വീട്ടിലുണ്ടാക്കിയ അട കൊണ്ട് സദ്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട അടപ്രഥമൻ ഉണ്ടാക്കിയെടുത്താലോ? ശർക്കര ഉരുക്കിയതും തേങ്ങാപ്പാലിന്റെ രുചിയും നെയ്യിൽ വറുത്തെടുത്ത കശുവണ്ടിയും മുന്തിരിയും എല്ലാം ചേരുമ്പോൾ കിട്ടുന്ന ആ നാടൻ രുചിയില്ലേ, അത് തന്നെയാണ് കേട്ടോ ഇന്ന് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ഈ അടപ്രഥമനായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത അട എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തു എന്നറിയോ? വാഴയിലയോ ഒന്നും വേണ്ട. അതായത് ഫ്ലാറ്റിലോ വിദേശത്തൊക്കെ താമസിക്കുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ആദ്യമായിട്ട് പായസം ഉണ്ടാക്കുന്നവർക്ക് വരെ ഉണ്ടാക്കിയെടുക്കാം, അത്ര ഈസിയാണ്. അപ്പം നമുക്ക് അടയും അടപ്രഥമനൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ? എല്ലാ ചേരുവകളും കൃത്യമായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് അടയുണ്ടാക്കാം. അതിനായിട്ട് 125 ml കപ്പിൽ വറുത്ത നൈസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പ്, അതായത് ഒരു 1-2 നുള്ളു ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഇളക്കുക. ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കണം. ശ്രദ്ധിക്കേണ്ടത് തിളച്ച വെള്ളമല്ല കേട്ടോ, നല്ലപോലെ ചൂടായിട്ടുള്ള വെള്ളമാണ്. വെള്ളം ഒഴിച്ചിട്ട് അരിപ്പൊടി നല്ലപോലെ കലക്കിയെടുക്കണം. എന്താണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് കാണിച്ചു തരാം. കാരണം ഓരോ അരിപ്പൊടിക്കും ഓരോ വറവാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെയാണ് നമുക്ക് വെള്ളം ചേർക്കേണ്ടത് കേട്ടോ. ഇതിങ്ങനെ ഇരിക്കുന്തോറും കട്ടിയാവാൻ സാധ്യതയുണ്ട്, അപ്പോൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ. ഇനി ഒരു പരന്ന സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിലാക്കുക. വെളിച്ചെണ്ണ ആയിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് പുരട്ടി കൊടുക്കുക. ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. കാരണം എണ്ണ കൂടാൻ പാടില്ല കേട്ടോ. എണ്ണ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല. ഇനി ഈ പ്ലേറ്റിന് മുകളിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരിമാവ് ഇതുപോലെ ഇങ്ങനെ കോരി ഒഴിക്കുകയാണേ. ഞാനിവിടെ കുറച്ച് മാവ് ഇങ്ങനെ കോരി ഒഴിക്കുന്നുണ്ട്. അതായത് ഒരു 3-4 ടീസ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് ചുറ്റിക്കുന്ന സമയത്ത് ആ ഒരു പ്ലേറ്റിൽ എണ്ണ കൂടിയിട്ടുണ്ടെങ്കിൽ ചുറ്റി വരില്ല കേട്ടോ, അതിങ്ങനെ ഉരുണ്ടുരുണ്ട് വരും. അതിനേക്കാൾ നല്ലത് വളരെ കുറച്ച് എണ്ണയാക്കിയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചു കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ചെയ്താൽ ഇതുപോലെ ആ ഒരു മാവ് എല്ലാ ഭാഗത്തും ഒരുപോലെ സ്പ്രെഡായിട്ട് കിട്ടും. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ ഈ പ്ലേറ്റ് അതിൽ കൊള്ളുമെങ്കിൽ അങ്ങനെ വേവിച്ചെടുത്തോളൂ. ഞാനിവിടെ ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു റിങ് ഇറക്കി വെച്ച് അതിന് മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത്. ഇതൊരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി കഴിയും. കണ്ടോ, ആയിട്ടുണ്ട്. നമുക്കിത് എടുത്തു മാറ്റാം. ഇങ്ങനെ എടുക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് നേരം ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ തന്നെ ഇത് ഇളകി വരും കേട്ടോ. ഇനി അടുത്ത പ്ലേറ്റിലേക്ക് ഞാൻ അപ്പോഴേക്കും എണ്ണയൊക്കെ പുരട്ടി വെക്കുന്നുണ്ട്. എളുപ്പത്തിൽ ഇളകി കിട്ടാൻ ഞാൻ 4 ഭാഗത്തും ഇങ്ങനെ കത്തി കൊണ്ട് വരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ വരയിട്ട ഭാഗത്തിലൂടെ പതുക്കെ ഇങ്ങനെ ഇളക്കിയെടുത്തപ്പോൾ കണ്ടോ, ഇതുപോലെ ഷീറ്റ് പോലെ കിട്ടി. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷീറ്റായിട്ട് ഇളക്കിയെടുത്തത്. സത്യം പറഞ്ഞാൽ ആ പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം, അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുക. എന്നാലും ഞാൻ പ്ലേറ്റിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണേ. ഇനി ഈ കട്ട് ചെയ്തിട്ടുള്ള അടകളൊക്കെ നമുക്ക് ഡ്രൈ ആവാതിരിക്കാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ. അടയൊക്കെ കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്, ഒരേ തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് വാഴയിലയിൽ ഇങ്ങനെ അണിഞ്ഞിട്ട് ചുരുട്ടിയിട്ട് തിളച്ച വെള്ളത്തിലിട്ട് വേവിക്കുക ചെയ്യുക. പക്ഷേ ഇതുപോലെ ഒരേ കനത്തിൽ ചിലപ്പോൾ കിട്ടില്ല. ചില ഭാഗങ്ങളൊക്കെ കനം കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ ഒരേ കനത്തിൽ അതുപോലെ നല്ല ഷേപ്പിൽ നമുക്ക് അട ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ ഷേപ്പൊന്നും നമുക്ക് അട പ്രഥമനാക്കുന്ന സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതിങ്ങനെ ഇളക്കുന്ന സമയത്തൊക്കെ ചെറുതായിട്ടൊക്കെ മുറിഞ്ഞൊക്കെ പോവും. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അങ്ങനെ നമ്മുടെ മുഴുവൻ അരിമാവും അടയാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് ഞാനൊന്നിങ്ങനെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കളയുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് പുതിയ വെള്ളം ഒഴിച്ചു വെക്കുകയാണ്. ഇങ്ങനെ അടപ്രഥമനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഏത് ദിവസമാണോ ഉണ്ടാക്കുന്നത് അതിന് തലേ ദിവസം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി പണി എളുപ്പമായിരിക്കും. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് പെട്ടെന്ന് പായസം ഉണ്ടാക്കിയെടുക്കാം. ഒരേ ദിവസം തന്നെ അടയും അടപ്രഥമനൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പണിയാവേ. ഇനി ഞാൻ അട പ്രഥമനാക്കാൻ വേണ്ടിയിട്ട് ഉരുളിയിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ അട ചേർക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച അടയാണ്, അതായത് തലേ ദിവസമാണ് അട ഉണ്ടാക്കിയത്, പിറ്റേ ദിവസമാണ് അട പ്രഥമനാക്കി മാറ്റുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് അട ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി അതിന് ശേഷമാണ് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കുന്നത് കേട്ടോ. ഈ സമയത്ത് ഞാൻ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാ ഭാഗത്തേക്കും ആവുന്നവരെ ഇളക്കിയെടുക്കാം. അടയൊക്കെ ചെറുതായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേപ്പൊക്കെ മാറും, അതൊന്നും പ്രശ്നമില്ല കേട്ടോ.
ഇനി ഇതിലേക്ക് ഞാൻ ശർക്കര ഉരുക്കിയത് ചേർക്കുകയാണ്. ശർക്കര ഉരുക്കുന്ന സമയത്ത് വല്ലാതെ അങ്ങനെ വെള്ളം പോലെ ആയിട്ട് ഉരുക്കരുത്. കുറച്ചൊന്ന് തേനിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഉരുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരട്ടിയെടുക്കാൻ പറ്റും. ഓൾറെഡി അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ, അപ്പോൾ ശർക്കരപ്പാനിയുടെയും വെള്ളമാകുമ്പോൾ കുറേ നേരം ഇങ്ങനെ ഇട്ട് ഇളക്കേണ്ടി വരും. ഇനി ഈ ശർക്കരപ്പാനിയൊക്കെ അടയിൽ നല്ലപോലെ പിടിച്ചു വരണം. അതുവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം ഏതാണ് സദ്യയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ശർക്കര ചേർത്തിട്ടുള്ള പായസമാണ്. ഏറ്റവും ഇഷ്ടമുള്ള പായസം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് പ്രഥമൻ, അത് കഴിഞ്ഞാൽ അടപ്രഥമൻ, അങ്ങനെ പാല് ചേർത്തുള്ള പായസം അത്ര താല്പര്യമില്ല. പിങ്ക് പാലടയൊക്കെ ആണെങ്കിൽ കഴിക്കും, അത്രയേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ അട ശർക്കര പനിയിൽ ഇങ്ങനെ മുങ്ങി കിടക്കുകയാണ് കേട്ടോ. ചെറിയ ചെറിയ ബബിൾസ് വരുന്നത് ഞാൻ വളരെ ചെറിയ തീയിലിട്ടുകൊണ്ടാണേ. ഇപ്പോൾ ഒരുവിധം നല്ല പോലെ വരട്ടി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വരട്ടി വന്ന ശേഷം മാത്രമേ നമ്മൾ അടുത്ത ചേരുവ ചേർക്കാവൂ. ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കി അതിലല്ലേ അടയൊന്ന് ചൂടാക്കി എടുത്തത്. ആ വെള്ളത്തിന് പകരം വേണമെങ്കിൽ 3-ാം പാലുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഇതാ ഇവിടെ നമ്മുടെ അട റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ ശർക്കരയൊക്കെ പിടിച്ച് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാം പാല് ചേർക്കാം. ഞാൻ 2-ാം പാലും 1-ാം പാലും മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നല്ലപോലെ പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 3-ാം പാല് പ്രത്യേകമായിട്ട് ചേർക്കാതിരുന്നത്. ഇനി ഈ 2-ാം പാലിൽ കിടന്നിട്ടൊന്ന് വേവണം. നേരത്തെ ശർക്കരപ്പാനിയിൽ കിടന്ന് വെന്തില്ലേ, അതേപോലെ ഈ 2-ാം പാലിൽ കിടന്ന് വെന്ത് കുറുകി വരണം. ഇതാ ഞാൻ ഈ ഒരളവിൽ, അതായത് ഒരു നുള്ളിൻ്റെ പകുതി ഭാഗം ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഇങ്ങനെ ഉപ്പ് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നാറ്. ആ ഉപ്പ് ചേർത്തൊന്നും മനസ്സിലാവുകയില്ല. പക്ഷേ നിങ്ങൾക്കത് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, അത് സ്കിപ്പ് ചെയ്തേക്കൂ. ഞാൻ ചേർക്കാറുണ്ട്, നല്ല ടേസ്റ്റി ആവാറുണ്ട്. ഉപ്പൊന്നും മനസ്സിലാവാറില്ല കേട്ടോ. കണ്ടോ, ഇതുപോലെ തേങ്ങാപ്പാലിലിങ്ങനെ കുറുകി വരണം. ഇനി നമുക്ക് 1-ാം പാല് ചേർക്കാം. ഈ സമയത്ത് ഞാൻ തീ ഓഫ് ആക്കുകയാണ്. 1-ാം പാലിനോടൊപ്പം തന്നെ ചുക്ക്, ജീരകം, ഏലക്ക ഇത് 3ഉം പഞ്ചസാരയിൽ പൊടിച്ച ആ മിക്സ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഇളക്കിയെടുക്കാം. പായസത്തിന് എത്രത്തോളം ലൂസ് വേണം അതിനനുസരിച്ച് ഞാൻ 1-ാം പാല് ചേർത്തിട്ടുണ്ട്. തേങ്ങയുടെ 1-ാം പാലിൻ്റെ ഈ രുചിയായിരിക്കണം ശർക്കരയുടെ ആ കുത്തുന്ന മധുരത്തിനേക്കാളും മുന്നോട്ട് നിൽക്കേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് പായസം ഭയങ്കര ടേസ്റ്റി ആവുക. ഇനി നമുക്ക് വറവിടാം. നെയ്യിൽ തേങ്ങാക്കൊത്ത്, കശുവണ്ടി, ഉണക്കമുന്തിരി ഇതെല്ലാം കൂടിയാണ് വറുത്ത് ചേർക്കുന്നത്. ഈ തേങ്ങാക്കൊത്തും കശുവണ്ടിയും ഒന്ന് മൂത്ത ശേഷം മാത്രം ഉണക്കമുന്തിരി ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ മൂപ്പിച്ചിട്ട് കരിയാണ്ട് ഇതാ ഈ ഒരു കളറിൽ തന്നെ നമ്മൾ പായസത്തിലേക്ക് കൊട്ടണം. അടിപൊളി അടപ്രഥമൻ റെഡിയായി. അതും സദ്യ സ്റ്റൈൽ അടപ്രഥമൻ. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കിടക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പായസം. ഇനി വീട്ടിൽ സദ്യ ഉണ്ടാക്കുമ്പോൾ ഈ അടപ്രഥമൻ എന്തായാലും പരീക്ഷിച്ച് നോക്കില്ലേ. വീട്ടിലുണ്ടാക്കിയ ഇങ്ങനെയുള്ള അട കൊണ്ട് തന്നെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാവുമല്ലോ. ഞാനിവിടെ വാഴയിലയിൽ അടപ്രഥമൻ വിളമ്പുകയാണേ. കൂടെ കഴിക്കാനായിട്ട് 1-2 സാധനം കൂടി ഉണ്ട്, അറിയാലോ. ചെറുപഴവും അതുപോലെ പപ്പടം വറുത്തതും. ഇത് 3ഉള്ള കോമ്പിനേഷൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരല്ലേ. കണ്ടോ, അടപ്രഥമനും പപ്പടവും ആ ഒരു പഴത്തിൻ്റെ ചെറിയൊരു കഷ്ണമൊക്കെ കൂട്ടിയിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ആ ഒരു അണ്ടിപ്പരിപ്പും കൂട്ടിയിട്ട് അങ്ങ് കഴിക്കണം. അതാണ് അതിൻ്റെ രുചി. ഇനി പപ്പടം മാത്രം ചേർത്തിട്ടും കഴിക്കാം കേട്ടോ, അത് വേറൊരു ടേസ്റ്റാണ്. ഇനി പപ്പടമോ പഴമോ ഒന്നുമില്ലെങ്കിൽ തന്നെ ഈ ഒരു അടപ്രഥമൻ്റെ സ്വാദ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും രുചിയാണ്. അപ്പോൾ എന്തായാലും ഈ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കൂ. പായസം ഉണ്ടാക്കുന്ന അട ഉണ്ടാക്കാനായിട്ട് വാഴയില എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾ കടയിലേക്ക് ഓടും ഈ അട വാങ്ങാനായിട്ട്. ഇനി അങ്ങനെ ഓടണ്ട, ഇതുപോലെ ഈ സിമ്പിൾ മെത്തേഡിലൂടെ അട ഉണ്ടാക്കിയിട്ട് പായസം ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഒരുപാട് സദ്യ വിഭവങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള വിഭവങ്ങളൊക്കെ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. ഈ വീഡിയോ ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കൂ കേട്ടോ. എന്നാൽ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. ശരി എന്നാൽ.